ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് രുചികരമായ ഒരു സൈഡ് ഡിഷ് പാവയ്ക്ക പച്ചടിയാണ്. പാവയ്ക്കയുടെ കയ്പൊട്ടും തന്നെ ഇല്ലാതെ പുളിയും മധുരവും ചേർന്നൊരു രുചിക്കൂട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ഇതിനായി ആദ്യം ഒരു പാവയ്ക്ക കുരു കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കാം. ശേഷം ഒരു പാൻ ചൂടാവാനായി വയ്ക്കാം. അതിലേക്ക് പാവയ്ക്ക വറുത്ത് കോരുവാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വരണം, കരിയരുത്. പച്ചടി മൊത്തത്തിലൊരു കയ്പ് രുചി ഉണ്ടാവും. കരിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാകുമ്പോൾ കോരി മാറ്റാവുന്നതാണ്. വറുത്ത് കോരി മാറ്റിയ പാവയ്ക്കയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കാം. പാവയ്ക്കയിലെ കയ്പ് കുറയ്ക്കാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പച്ചടിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരഞ്ഞ് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒരു പേസ്റ്റ് പരുവമാക്കി അരച്ചെടുക്കണം. ഇനി നമുക്ക് പച്ചടി മിക്സ് ചെയ്യാം. അതിനായി വറുത്തെടുത്ത പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച തേങ്ങ അരപ്പ് ചേർക്കാം. കൂടെ തന്നെ 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുന്ന സമയം 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ താളിപ്പ് പച്ചടിയിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാവയ്ക്ക പച്ചടി റെഡിയായി. ചോറിനൊപ്പം കഴിക്കാൻ വളരെ രുചികരമായ വിഭവമാണ്. തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കൂ. വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.